പല കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇന്നിപ്പോൾ തന്ത്രിയെ ദ്വാരപാലക ശില്പക്കേസിലും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ അദ്ദേഹം കട്ടിളപ്പാളി കേസിലാണ് അറസ്റ്റിലായി ജയിലിൽ കഴിയുന്നത്. ഇന്നലെ രാത്രി ശങ്കർദാസിനെ, കെ പി ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്തതോടെ നോക്കൂ, നിങ്ങൾ നിയോഗിച്ച ദേവസ്വം ബോർഡിനെ മുഴുവനായി ദേവസ്വം ബോർഡിനെ തൂത്തുവാരി അകത്തിട്ടിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ ഒരാൾക്ക് തെറ്റ് പറ്റിയല്ല, അത് ഒരാളുടെ തെറ്റ് എന്ന് പറയാമെങ്കിൽ ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളെയും അറസ്റ്റ് ചെയ്ത് ജയിലിനകത്ത് ഇടുന്ന സാഹചര്യം മനസ്സിലാക്കുന്നത് എന്താ? ഇതൊരു കൂട്ടുകൊള്ളയായിരുന്നു. ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ദുരുപയോഗം ചെയ്താണ് ഇത് നടത്തിയതെന്ന് വ്യക്തമാവുകയാണ്. ശ്രീ അഭിലാഷ്, നമ്മൾ ഈ കാര്യങ്ങളെ ആ രൂപത്തിൽ ഇപ്പോൾ താങ്കൾ ഉപയോഗിച്ച പദമെന്ന് പറയുന്നത് തൂത്തുവാരി അകത്തിട്ടു എന്നുള്ളതാണ്. അവിടെ ഈ മിനിറ്റ്സ് ഉൾപ്പെടെ തയ്യാറാക്കുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അതിലെ അംഗങ്ങൾക്കും ഒപ്പിടേണ്ടതായി വരുന്നു. അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യത്തിൽ അവർക്കുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ക്ലറിക്കൽ നെഗ്ലിജൻസ് ആണോ, അല്ലെങ്കിൽ അതിനപ്പുറം ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ അവർ അതല്ലെങ്കിൽ മിനിറ്റ്സിൽ ഒപ്പിട്ടു വളരെ നിഷ്കളങ്കമെന്ന് തോന്നിക്കും. ഈ യോഗത്തിന്റെ മിനിറ്റ്സ് സ്വന്തം കൈകൊണ്ട് സ്വന്തം കൈപ്പടയിൽ തിരുത്തിയ ആളാണ് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ. അറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ശ്രീ അഭിലാഷ്, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. അവര് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ കൊള്ള ചെയ്യണം എന്ന ദുരുദ്ദേശത്തോടു കൂടി അവിടെ കടന്നുകൂടിയ, എന്നു മുതലാണ് കടന്നുകൂടിയത്, ആരെ പിൻപറ്റിയാണ് അവർ കടന്നുകൂടിയത്, ആരാണ് അവർക്ക് കഴകത്തിൽ നിന്നും തന്ത്രിയെ സഹായിക്കുന്ന പോസ്റ്റിലേക്ക് പ്രൊമോഷൻ നൽകിയതെന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആ രൂപത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ ക്രിമിനൽ ഇൻറ്റൻഷൻ മനസ്സിലാക്കിക്കൊണ്ടാണോ അവരോടൊപ്പം കൂടിയതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ആ പുറത്തു വരുന്നതിനനുസരിച്ചാണ് അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ CPM ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിഗണനയ്ക്കെടുക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ നിലപാട് ഇന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ കേസ് അന്വേഷണത്തിൻ്റെ പരിധി നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ്. ഈ കേസിൽ അന്വേഷണ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് SITക്ക് പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്ര അധികാര ചുമതലയുണ്ട്. ആ സ്വതന്ത്ര അധികാര ചുമതല നൽകിയിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അല്ല എന്ന് നിങ്ങളും ആങ്കറും പല ആളുകളും ഇതിൻ്റെ സഹ പാനലിസ്റ്റുകളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ, പല കുറി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ പറയുന്നു, അത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കൃത്യമായ അന്വേഷണമാണ്. ആ അന്വേഷണം വളരെ കൃത്യമായിട്ട് തന്നെ വരട്ടെ. പക്ഷെ അത് നിങ്ങൾക്കെതിരെ വരുമ്പോൾ കീഴ്വഴക്കവാദങ്ങൾ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, കീഴ്വഴക്ക ന്യായവാദങ്ങൾ നിങ്ങൾ പറയുകയാണ്. അത് ഇന്ന സാധനം ഇന്നയാൾക്കുള്ളതാണ്, ഇന്ന സാധനം ദ്രവിച്ചു പോയാൽ ഇന്നയാളെടുത്ത് കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരുന്നത് നിങ്ങൾ പ്രതിസ്ഥാനത്താണ് എന്ന ഉത്തമമായ ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതും അവിടെ നിന്നോട്ടെ. ഈ അന്വേഷണം നമ്മുടെ നേരെ വരുമ്പോൾ SIT ആകെ കുഴപ്പമാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ആകെ പ്രശ്നത്തിലാണ്. അതാകെ നിങ്ങൾ പ്രശ്നത്തിൻ്റെ ചുഴിയിൽ അകപ്പെട്ടു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പലപ്പോഴും അങ്ങനെ ആ രൂപത്തിൽ ഈ SIT കുഴപ്പമാണ്, ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന SIT ആണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോകുന്നു. അതല്ലെങ്കിൽ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ അന്വേഷണ ഏജൻസി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊള്ളാം. അതല്ല, CPMൻ്റെ ഭാഗത്ത് നിന്ന് മാറി ഈ അന്വേഷണത്തിൻ്റെ പരിധി നിശ്ചയിക്കപ്പെടുകയോ മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചോദ്യം ചെയ്യാനോ വിളിക്കുമ്പോൾ ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളകപ്പെട്ടിരിക്കുന്ന മൂല്യച്യുതിയുടെ ആഴം വളരെ വ്യക്തമായി ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരും വിശ്വാസികളും കേരളത്തിൻ്റെ പൊതുസമൂഹവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക.